ഹലോ, വെൽക്കം ബാക്ക്. ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വ്ളോഗാണ്. എനിക്കിപ്പോഴാണ് ഇടാൻ ടൈം കിട്ടിയത്. കാരണം എനിക്ക് കൈയുടെ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എഡിറ്റിങ്ങും പിന്നെ വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോഴാണ് ഇടുന്നത്. ഞങ്ങളപ്പം കൈയുടെ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ആയിട്ട് ആലപ്പുഴയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ്. ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ 2 days ബിഫോറാണ്. അപ്പം അവിടെ കൂടി ഇങ്ങനെ വിളക്ക് കെട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. സോ അത് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തു. എല്ലാ വർഷത്തെയും ആറ്റുകാൽ പൊങ്കാലയുടെ വ്ളോഗ്സിൽ ഞാൻ ഇതേപോലെ വിളക്ക് കെട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇത്തവണ ഞാൻ വിചാരിച്ചു അതുപോലെ അപ്ലോഡ് ചെയ്യാമെന്ന്. സോ ഇതൊരു വലിയ വിളക്കുകെട്ടായിരുന്നു. കാരണം കുറച്ച് ഗ്രാൻഡായിട്ടുള്ളൊരു വിളക്കുകെട്ടായിരുന്നു. അതുമാത്രമല്ല റോഡ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ കലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മഹേന്ദ്രൻ അങ്കിളുടെ ഓട്ടോയിലാണ് പോകുന്നത്. കാരണം കാറൊന്നും എടുക്കാൻ പറ്റാത്ത തിരക്കാണ് റോഡിലെല്ലാം. ഞങ്ങളുടെ ബാക്കിൽ ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ചിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇത്തവണയും പൊങ്കാല ഇടുന്നത്. സോ ഞങ്ങൾ വിചാരിച്ചു ഈ ചൂട്ടും കൊതുമ്പും ഒക്കെ അവിടെ കൊണ്ട് നേരത്തെ വെക്കാമെന്ന്. എല്ലാ വണ്ടിയിലും ഇതേമാതിരി ചൂട്ടും കൊതുമ്പൊക്കെ വെച്ചിട്ട് പോവാണ്. അതേപോലെ തന്നെ ഇത്തവണ ഒരുപാട് പോലീസ് ഉണ്ടായിരുന്നു. ഇതേപോലെ 2 സൈഡിലായിട്ടും പോലീസ് ബസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് കിഴക്കേക്കോട്ടയിലെത്തി. ഇത് കിഴക്കേക്കോട്ടയുടെ ഫ്രണ്ട് ഭാഗമാണ്. സോ അവിടെ നല്ല കലങ്ങളിരിക്കുന്ന കണ്ടു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇത്തവണ പായസവും തെരളിയും അതേപോലെ തന്നെ വെള്ളച്ചോറുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ 2 കലം വേണമായിരുന്നു. അങ്ങനെ അച്ഛനൊക്കെ കാര്യമായിട്ട് കലം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം ഞങ്ങൾ കല എടുത്തിരിക്കുകയാണ്. അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ചെന്നിട്ട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ചിലപ്പം അതിൽ ലീക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇത്തവണ അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൺഫേം ചെയ്തിട്ടാണ് കലമെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് കലം വാങ്ങിക്കാറ്. നോർമലി പടിഞ്ഞാറക്കോട്ട ആ സൈഡിൽ നിന്നാണ് വാങ്ങിക്കാറ്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത്തവണ വാങ്ങിച്ച കലം നല്ല കലമായിരുന്നു. ഒരു ഡാമേജും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ പോയൊരു ടൈമിലൊന്നും അധികം ആരും വന്നു തുടങ്ങിയിട്ടില്ല. കാരണം ഇതൊരു 2 days ബിഫോറാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഭയങ്കരമായിട്ട് ഒരു ക്രൗഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ പ്രീവിയസ് ഡേയിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു 2 days ബിഫോർ തന്നെ കലമൊക്കെ വാങ്ങാൻ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കലമൊക്കെ നല്ലത് നോക്കിയെടുക്കാനും ഒക്കെ പറ്റി. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ദേവിമാരെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ അവിടെ അതൊക്കെ കൊണ്ടുവച്ചിട്ട്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ആൻറ്റിയുടെ അവിടെ കൊണ്ടുവയ്ക്കുന്നതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കാണിക്കാനും വേണ്ടിയിട്ട്. സോ ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രീവിയസ് ഡേ ആണിത്. അപ്പോഴേക്കും ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ നല്ല റഷാകും എന്നാണ് വിചാരിച്ചത്. റോഡിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ കരമന സൈഡിൽ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പറയേണ്ടിരിക്കാൻ ഇത്തവണ അധികം ബ്ലോക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പ്രീവിയസ് ഡേ. എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയണില്ല. വളരെ സ്മൂത്തായിട്ട് ആൻറ്റിയുടെ അവിടേക്ക് എത്താൻ പറ്റി. ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ പിന്നെ പ്രീവിയസ് ഡേ ഒന്നും ആറ്റുകാൽ ആ സൈഡിലോട്ട് പോകാറേയില്ല. കാരണം നമുക്ക് അടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. ബട്ട് ഈ ഒരു ആട്ടാക്കുളങ്ങര കരമന സൈഡിലൊക്കെ നോർമലി ഭയങ്കര തിരക്കാണ് എല്ലാ വർഷവും. പക്ഷേ ഇത്തവണ നമുക്ക് അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാരിങ്ങനെ കലം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രീവിയസ് ഡേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ റോഡിലൊക്കെ നല്ല തിരക്കും നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പാട്ടൊക്കെ വെച്ച് 2 സൈഡും ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല പോസിറ്റീവ് ഫീലാണ്. ഇത് ഞങ്ങൾ കലം വാങ്ങിച്ച ആ ഒരു ഏരിയയാണ്. ഇപ്പം നോക്കിയാൽ നല്ല ക്രൗഡഡ് ആണ്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും തെരളിയില വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ തെരളിയില കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറേ ദൂരം വരേണ്ടി വന്നു തെരളിയില തേടി. ആ തെരളിയില വിൽക്കുന്ന ചേട്ടന്മാരും പറയുന്നുണ്ടായിരുന്നു ഇത്തവണ ഒരു ഷോർട്ടേജ് ഉണ്ട് തെരളിയിലയ്ക്കെന്ന്. ഭാഗ്യം കൊണ്ട് നമുക്ക് നല്ല തെരളിയിലൊക്കെ കിട്ടി. പിന്നെ ആൻറ്റിയുടെ ബാക്ക് സൈഡിലും തെരളിയിലയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇത് അമ്മയും ആൻറ്റിയും കൂടെ നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. എല്ലാ വർഷവും ആൻറ്റി തന്നെയാണ് ഇതൊക്കെ പൊടിക്കാറും എല്ലാം. അപ്പോൾ ഇത്തവണ ആൻറ്റി അതൊക്കെ ചെയ്യാണ്, അമ്മ കൂടെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്തവണ ഒരു കാര്യത്തിലും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കൈക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൈ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫുൾ കാര്യങ്ങൾ ചെയ്തത് ആൻറ്റിയും അമ്മയും അച്ഛനും ഒക്കെ കൂടെയാണ്. അതുപോലെ ഈ പ്രീവിയസ് ഡേ ആൻറ്റിയുടെ വീട്ടിൽ വരുന്നതും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തിങ്സിലൊന്നാണ്. കാരണം അവിടെ ചെന്നിരിക്കുമ്പോഴേക്കും പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ ഞാൻ എപ്പം ആൻറ്റിയുടെ അവിടെ വന്നാലും ഈ സ്ലാബിൻ്റെ പുറത്താണ് ഇരിക്കാറ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് ഞങ്ങൾ മുകളിൽ താമസിക്കുന്ന ടൈമിൽ ഞാൻ രാത്രിയാകുമ്പോൾ താഴേക്ക് വരും ആൻറ്റിയുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പം ഇതേപോലെ ആൻറ്റി ജോലി ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കാറാണ് പതിവ്. ഇത് ആൻറ്റിയുടെ ബർണറൊക്കെയാണ്, അതൊക്കെ മസ്കറ്റിൽ നിന്ന് ആൻറ്റി കൊണ്ടുവന്നതാണ്. അപ്പം അതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരുവാണ്. ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാനും ഒക്കെ പറ്റും. ഒരു റെയർ സംഭവമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ആൻറ്റി എല്ലാം മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അവിടെ എല്ലാം. അങ്ങനെ അമ്മ നാളത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ നെക്സ്റ്റ് ഡേ ഒരു ഹറിബറി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അച്ഛന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ലേറ്റ് ആകും അച്ഛൻ വരുമ്പോഴേക്കും. അപ്പം അമ്മ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടെ. അങ്കിളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. നോർമലി ഈ പ്രീവിയസ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്, ലൈക്ക് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറ്. ഇത്തവണ പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അമ്മ അങ്ങനെ തനിച്ച് ഇങ്ങനെ ഈ തെരളിയിലൊക്കെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ഫസ്റ്റ് വരാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു, കാരണം ലീവ് ഉണ്ടോയെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ലീവൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അച്ഛൻ വന്നു. കാരണം ഇത്തവണ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പാടായേനെ. കാരണം ഞാനും ഇല്ല ഒരു ഹെൽപ്പിന്, അച്ഛനും ഇല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ അച്ഛനും അവസാനം വരാനൊക്കെ പറ്റി. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആൻറ്റി നല്ല ചപ്പാത്തിയും കുറുമക്കറിയും സാലഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ എല്ലാം കുറച്ച് കഴിക്കുന്ന ഒരാളാണ്. ബട്ട് ആൻറ്റിയുടെ അവിടെ വന്നാൽ അത് നടക്കില്ല. ആൻറ്റി എന്നെ വഴക്കൊക്കെ പറഞ്ഞ് കുറേ കഴിപ്പിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ആൻറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എപ്പോഴും പറയും എന്തെങ്കിലും ചെറുതായിട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും ആൻറ്റി അതൊന്നും കേൾക്കില്ല. ആൻറ്റി നല്ല ഗ്രാൻഡായിട്ട് തന്നെ വെക്കും വയ്യെങ്കിലും. അങ്ങനെ നിങ്ങൾ മുൻപ് കണ്ടതുപോലെ തെരളിയിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ തുടച്ച് വെക്കണം. നോർമലി ഞാൻ ഇതിലൊക്കെ കൂടാറായിരുന്നു പതിവ്, പക്ഷേ ഇത്തവണ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അത്രയും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കയ്യിൽ റെസ്റ്റിൽ വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ തെരളി ഉണ്ടാക്കുമ്പം അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഈർക്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നൈറ്റ് ഒരു 9 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, 9:30 10 ഒക്കെ ആയിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുകയില്ല, കാരണം അവിടെ ഫുൾ പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് പൊങ്കാലയ്ക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ തേങ്ങ ചിരണ്ടുന്നത് അച്ഛനാണ്. നോർമലി ഞാനാണ് അത് ചെയ്യാറ്. ഈ തേങ്ങ 2 എണ്ണമൊക്കെ ഞാൻ എപ്പോഴും ചിരണ്ടാറാണ് പതിവ്. ബട്ട് ഇത്തവണ വയ്യാത്തോണ്ട് അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാണ്. അമ്മ തെരളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കഴുകി മാറ്റി വെച്ച ഇലകളാണിതെല്ലാം. ഇതിൻ്റെ കൂടെ ആൻറ്റിയുടെ വീട്ടിലെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന തെരളി ഇലയും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യും. എന്നെപ്പോലെ തന്നെ അങ്കിളും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് FBയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മയും അച്ഛനും ബിസി ആയിട്ട് അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ തെരളിക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഭണ്ഡാരടുപ്പ് കത്തിക്കുന്നത് 9:15 തോന്നുന്നു. എനിക്ക് സമയം ഇപ്പം കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഞാനാണെങ്കിൽ നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്.
എന്താണെന്ന് വെച്ചാൽ മെഡിസിൻസ് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു, പെയിൻ കില്ലേഴ്സൊക്കെ പോലെ. അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് ആകെ ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. അമ്മ അതാ തെരളിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ആൻറ്റിയും കൂടെ തന്നെ ഉണ്ട്. ബട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പൊങ്കാല ഇടുന്നത്. കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു എനിക്ക്, പെയിനുണ്ട്, അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മ തെരളിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ കുഴച്ച മാവ് തെരളി ഇലയ്ക്കകത്ത് വെച്ച് അമ്മ ആ ഒരു ഈർക്കിൽ കോർത്ത് വെക്കുകയാണ്. അമ്മ അങ്ങനെ ചന്ദനമൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാങ്ങിച്ച കലങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോഴേക്കും ആൻറ്റി കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ആൻറ്റി അവനിൽ വെച്ച് ചൂടാക്കുകയാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ എനിക്ക് ഇത്തവണ ഒരുപാട് ഗുളികകളുണ്ട്. സോ ഫുഡൊക്കെ കഴിച്ചാലേ എനിക്ക് ഗുളികയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അമ്മയ്ക്കും നിറയെ പ്രോബ്ലംസ് ഉണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ നിറയെ ഉള്ള ഒരാളാണ് അമ്മ. സോ അമ്മയും ഇത്തവണ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം, അപ്പം, അതിൻ്റെ കറിയും എല്ലാം. അച്ഛൻ അതേപോലെ തന്നെ ഈ വടയും കാരാവടയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനപ്പം കുറച്ച് ഐറ്റംസ് എടുക്കുന്ന കണ്ടിട്ട് ആൻറ്റി എന്നെ വഴക്ക് പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാനൊന്നും എടുക്കില്ല എന്ന് ആൻറ്റിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു. ആൻറ്റി വഴക്ക് പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻറ്റി പക്ഷേ വഴക്ക് പറഞ്ഞ് തന്നുകൊണ്ട് ഞാനത് മൊത്തം പേടിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളാണ് ഫസ്റ്റ് കഴിക്കുന്നത്, അതിനുശേഷം ആൻറ്റി അങ്കിളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛനും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്കിള് അനന്തപുരി FM-ൻ്റെ ഒരു ബിഗ് ഫാനാണ്. സോ അച്ഛനെ അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം കേൾപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്കിള് രാവിലെ എന്നും അനന്തപുരി FM-ലെ പാട്ടുകളൊക്കെ വീട്ടിൽ വെക്കും. ഇത്തവണ അതൊക്കെ വെക്കുകയാണ്. ഞങ്ങൾ അതേപോലെ ഓരോ പ്രോഗ്രാംസൊക്കെ കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് കഴിക്കുന്നത്, കാരണം റൈറ്റ് ഹാൻഡ് പറ്റാത്തതുകൊണ്ട്. ഞാനിപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കഴിച്ച് ഇതിൽ ഭയങ്കര ഒരു എക്സ്പേർട്ടായിരിക്കുകയാണ്. അങ്ങനെ അമ്മ കലമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ആൻറ്റിയുടെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലാണ് പൊങ്കാല ഇടുന്നത്. മായൻറ്റി ഗേറ്റൊക്കെ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്കൊക്കെ വേണമെങ്കിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം. ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു ഡസൺ മരുന്നുണ്ട് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. കയ്യിൽ ആ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് നല്ല നീരടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പെയിനും ഉണ്ട് എനിക്ക്. പിന്നെ മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് കുറച്ച് റിലീഫ്. പക്ഷേ അത് കഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല ഒരു ഡ്രോസിനെസ്സും ഒക്കെ ആയിട്ട് മാറും. ഞാനീ വെയർ ചെയ്തിരിക്കുന്ന ഹാഫ് സാരി തലേ ദിവസം പോയി എടുത്തതാണ്. അതും അമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കുർത്ത എന്തെങ്കിലും ഇടാം, കാരണം ഞാൻ ഇത്തവണ പൊങ്കാല ഇടുന്നില്ലല്ലോ, എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. ബട്ട് അമ്മ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഹാഫ് സാരിയൊക്കെ പോയി എടുത്തത്. അതേപോലെ ബ്ലൗസ് ആണെങ്കിലും റെഡിമെയ്ഡ് ബ്ലൗസാണ്, എൻ്റെ അളവിനൊക്കെ കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെ കല്ലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി കലവും ഒക്കെ വെക്കാനുണ്ട്, വെള്ളമൊക്കെ നിറച്ചിട്ട്. സോ അമ്മ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കലത്തിൽ ഒഴിക്കാനുള്ള. അങ്ങനെ സ്ഥിരമുള്ള ഫോട്ടോ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ഓടിച്ചെന്ന് മെഡിസിൻസൊക്കെ കഴിക്കുകയാണ്. എനിക്കറിയില്ല, ഈ ഒരു ഡിസീസ് എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം നിയർലി മോർ ദാൻ 1 month ആയിരിക്കുകയാണ്. എന്നിട്ടും
ഇത് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം. സർജറിയും എല്ലാം ചെയ്തിട്ടും വീണ്ടും നീരടിച്ച് എനിക്ക് മൂവ്മെൻറ്റ്സിനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അവർ കുറേ മെഡിസിൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിക്കുകയാണ്. നിറയെ പെയിൻ കില്ലേഴ്സൊക്കെയാണ് മെയിനായിട്ടും തന്നിട്ടുള്ളത്. ഓൾറെഡി ഉറക്കം വന്നിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇതും കൂടെ കഴിച്ചാൽ നല്ലപോലെ ഉറക്കം വരും. ഞാൻ കരുതി പൊങ്കാല ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു. അങ്ങനെ അമ്മ പൊങ്കാല കലത്തിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുകയാണ്. അതേപോലെ പടുക്കൊക്കെ വെച്ചിട്ടുണ്ട് ദേവിക്ക്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തത് അമ്മയാണ്, കൂടെ അച്ഛനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ. ആൻറ്റി ഇതാ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി പോയതിനെ. ഇത്തവണ ആൻറ്റി പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് വയ്യാഞ്ഞിട്ടും ആൻറ്റി അമ്മയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ആൻറ്റിയോട് പോയി ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊക്കെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ എല്ലാവരും വെയിറ്റിംഗ് ആണ് അടുപ്പിലേക്ക് തീ പകരാൻ വേണ്ടിയിട്ട്. എല്ലാ വർഷവും അച്ഛനാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീയൊക്കെ പകർന്നുകൊണ്ട് വരുന്നത്. അതേപോലെ ശ്യാമ ചേച്ചിയും എല്ലാ വർഷവും പോവാറുണ്ട്. അത് ഞങ്ങളിങ്ങനെ പറയായിരുന്നു. അങ്ങനെ നമ്മുടെ അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് പായസവും വെള്ളച്ചോറിനും വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും റെഡി ആയതിന് ശേഷമായിരിക്കും തിരളി വെക്കാൻ പോകുന്നത്. അങ്ങനെ ഇനി വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും അടുപ്പുകളിൽ തീയൊക്കെ പകർന്നിരിക്കുകയാണ്. വെള്ളം തിളയ്ക്കാൻ കുറച്ച് ടൈം എടുക്കും, അത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തന്നെ ആവും. അങ്ങനെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് തിളയ്ക്കാറായിരിക്കുകയാണ്. അമ്മ അരിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം വെള്ളം തിളച്ചാൽ ഉടനെ തന്നെ നമുക്ക് അരി അതിലോട്ട് ഇടാൻ പറ്റും. അപ്പോഴേക്കും മായേൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ആൻറ്റിയും മായേൻ്റെയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് അരിയിടാം. അങ്ങനെ ഫസ്റ്റ് ഞാനാണ് അരി ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൈയൊന്നും ഒട്ടും വയ്യായിരുന്നു. പക്ഷേ പൊങ്കാല ഇടുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഓർക്കാണ്ട് അങ്ങനെ ഇട്ടു. ഇത് വെള്ളച്ചോറിൻ്റെ കലാണ്, മറ്റേത് ശർക്കര പായസമാണ്. സോ അത് രണ്ടും അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് തിളയ്ക്കുക, അപ്പോഴേക്കും തന്നെ എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതിലേക്ക്. വെള്ളച്ചോറിനകത്ത് നമുക്കിനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ വെള്ളച്ചോറ് തന്നെ പലതരത്തിൽ ചെയ്യുന്നതുണ്ട്. തേങ്ങയും പഴമൊക്കെ ഇട്ടും ചെയ്യുന്നവരുണ്ട്. ബട്ട് ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. ഇതാണ് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യാറ്. സോ ജസ്റ്റ് വെള്ളച്ചോറ് മാത്രമായിട്ടാണ് ഞങ്ങൾ വെക്കാറ്. പായസത്തിനാണെങ്കിൽ ഇനി നമുക്ക് അരിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ ശർക്കരയും നെയ്യും പഴമൊക്കെ ഇടാനുണ്ട്. വെള്ളച്ചോറൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ശർക്കരയും ബാക്കി ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം. എനിക്കവിടെ ഒരു ചെയറൊക്കെ തന്നിട്ട് എല്ലാവരും ഇരുത്തിയിട്ടുണ്ടായിരുന്നു സൈഡിൽ തന്നെ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഇരിക്കുന്നുണ്ട്. പായസം ഒന്ന് റെഡിയായിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഞാൻ അങ്ങനെ പായസമൊക്കെ റെഡിയായിട്ട് പോയിന്ന് ഉറങ്ങി. പക്ഷേ എണീറ്റത് 1 മണി എന്തോ ആയി. 10 മണിക്കോ 11 മണിക്കോ ഉറങ്ങിയ ഞാനാണ്, ഒന്നും അറിഞ്ഞില്ല. അത്രയും ഡീപ്പ് സ്ലീപ്പിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ശർക്കരയൊക്കെ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, സോ അതൊക്കെയാണ് ഇട്ടിട്ട്
ഇട്ടിട്ടുണ്ടായിരുന്നത്. ശർക്കര ഇട്ടപ്പോഴേക്കും തന്നെ പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പം നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്കും അവിടെ തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് എനിക്കും ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ കിട്ടി. അങ്ങനെ വെള്ളച്ചോറും പായസവും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ തെരളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി തെരളിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാലയെല്ലാം ഓൾമോസ്റ്റ് ഓവറായിട്ടുണ്ട്. അവിടെ ORS പോലെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പം അതൊക്കെ കുടിക്കുകയാണ്. എനിക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. പക്ഷെ എനിക്ക് പണ്ട് മുതലേ ഈ ഒരു ORS ഇഷ്ടമില്ല, അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കിനി തെരളിയും കൂടെ വേകാനുണ്ട്. അതും കൂടെ റെഡിയായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛനും അങ്കിളും കൂടെ അന്നദാനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ചാക്ക് ഉണ്ടായാലും പേടിക്കേണ്ട, വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് അച്ഛൻ പോവാണ്. അവിടെ നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഡീപ്പ് സ്ലീപ്പിനൊക്കെ ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അന്നദാനം ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പൊങ്കാല തളിക്കാൻ വരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം ശ്യാമ ചേച്ചിയുടെ മോള് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മോളായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു മോള്. അങ്ങനെ എല്ലാവരും വീടിൻ്റെ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ തളിക്കാൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരുമേനി വന്ന് തളിച്ചൊക്കെ തുടങ്ങി അതിൻ്റെ നിന്ന്. അപ്പോഴേക്കും ഞങ്ങൾ ഇലയൊക്കെ മാറ്റി മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലയും നല്ല ഐശ്വര്യമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ തളിക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അതെല്ലാം അകത്തേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ പായസവും വെള്ളച്ചോറും തെരളിയും എല്ലാം. ഇനിയാണ് അച്ഛൻ്റെ ശരിക്കുള്ള പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അച്ഛൻ ഓൾമോസ്റ്റ് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പൊങ്കാല വിശേഷം. ഈ ഫോട്ടോസൊക്കെ അന്ന് എടുത്തതാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ വണ്ടികളുടെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പ്ലീസ് ഫോർഗീവ് ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.